ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThing. നമ്മളെന്ന 10ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ് ആയ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 150 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. 2 ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ആദ്യം 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യം ചോദ്യം വായിക്കാം. 3ാമത്തെ ചോദ്യം, a circle is drawn with the center at the origin and with the radius 10. Check whether each of the points with the coordinates 6, 9, 5, 9, 6, 8 is within the circle, outside the circle or on the circle. രണ്ടാമത്തെ question, write the coordinates of 8 points on this circle. അതായത് ചോദ്യത്തിൽ പറയുന്നത് ഒരു സർക്കിളിന്റെ കേന്ദ്രം അതിന്റെ ഒറിജിൻ ആണ്, അതായത് ആധാര ബിന്ദുവാണ് 0, 0. റേഡിയസ് തന്നിട്ടുണ്ട് 10 ആണ്. പിന്നെ താഴെ തന്നിരിക്കുന്ന പോയിന്റുകൾ, അതായത് 6, 9, 5, 9, 6, 8 ഈ ബിന്ദുക്കൾ വൃത്തത്തിലാണോ, വൃത്തത്തിന് പുറത്താണോ, വൃത്തത്തിലാണോ എന്ന് തെളിയിക്കുക. പിന്നെ അടുത്തത്, വൃത്തത്തിലെ 8 സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 8 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. 8 ബിന്ദുക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ നോക്കാം. ചോദ്യമൊക്കെ വായിച്ചാലേ. ഏതാണ്ട് കോർഡിനേറ്റ്സ്, the center, that is origin 0, 0. This is radius. Radius is 10. So first part നമുക്ക് ചെയ്യാം. 0, 0 is the origin. അതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് തന്നിട്ടുണ്ട്. എന്താ റേഡിയസ് ഈക്വൽസ് 10 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്. ആ 3 പോയിന്റിനും 0, 0 നമ്മളെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ഡിസ്റ്റൻസ് ഫ്രം 0, 0 to ആദ്യത്തെ പോയിന്റ് എന്താണ് വന്നിരിക്കുന്നത്? 0, 0 to 6, 9 ഈക്വൽസ് റൂട്ട് ഓഫ് 0 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 9 ഹോൾ സ്ക്വയർ ഈക്വൽസ് root of 6 square 36 plus 9 square 81. ഇവിടെ 0 ഉള്ളതുകൊണ്ട് 9 മാത്രം മതി അല്ലേ? കുറയ്ക്കുമ്പോൾ 9 അല്ലേ കിട്ടുക. 0 - 9 is 9. 9 square is 81. Adding will get root of 117. That is greater than root 17 എന്ന് പറയുന്ന റൂട്ട് 100-നെക്കാട്ടി വലുതല്ലേ? അതായത് പറയുന്നത് റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10. 10-നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? This point is outside the circle. This point is outside the circle. ഇനി അടുത്ത നമുക്ക് ഡിസ്റ്റൻസ് ഫ്രം 0, 0 to 5, 9 ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് ഫ്രം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദ ഡിസ്റ്റൻസ് ഫ്രം 0, 0 to 5, 9. Distance from 0, 0 to 5, 9. Right, equals root of 5 square plus 9 square എടുത്താൽ മതി. Root of 25 plus 81 equals root of 106. That is greater than 10. അപ്പൊ നമുക്ക് എന്താ പറയാ? ദിസ് പോയിന്റ് ഈസ് ഓൾസോ ഔട്ട്സൈഡ് ദ സർക്കിൾ. ദിസ് പോയിന്റ് ഓൾസോ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി നമുക്ക് കാണാനുള്ള എന്താണ്? 0, 0 6, 8. The distance from 0, 0 to 6, 8 equals root of എന്താണ്? 6 square plus 8 square എടുത്താൽ മതി. ഇവിടെ 0, 0 ആണ്. 8 square equals root of 36 plus 64 root of 100 equals 10. അപ്പൊ ഈ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് 10 എന്ന് കിട്ടിയത്. അപ്പം ബാക്കി 2 പോയിന്റ് നമുക്ക് എത്ര കിട്ടിയത്? ഗ്രേറ്റർ ദാൻ 10 ഈക്വൽസ് റൂട്ട് ഓഫ് 100 ഈക്വൽസ് 10. ദിസ് പോയിന്റ് ഈസ്
on the circle. This point is on the circle. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടില് 8 പോയിന്റുകൾ കണ്ടുപിടിക്കണം. സർക്കിളിലുള്ള 8 പോയിന്റുകൾ കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇത് ഒറിജിൻ 0 0. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഏതാ? 6 8. 6 8 ഇവിടെ ഏകദേശം ഇവിടെ വരും. 6 8. അപ്പോഴാ അതുപോലെ ഇത് 4 ക്വാഡ്രന്റിലും വരത്തില്ലേ? നോക്കിക്കേ, 6 8 ഇവിടെ ഉണ്ട്, ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ കാണും, ഇവിടെയും കാണും, അല്ലേ? അപ്പൊ നമുക്ക് ആ പോയിന്റുകൾ എഴുതാം. പിന്നെ കൂടാതെ ഈ 6 8നെ തിരിച്ചെഴുതിക്കേ. അപ്പൊ എന്താ കിട്ടുക? 8 6 എന്ന് കിട്ടും. ഇത് 10 ആണോ വരുന്നത്? നോക്കിക്കേ, ഡിസ്റ്റൻസ് ഫ്രം 0 0 to 8 6 equals root of 8 square plus 6 square root 64 plus 36 root 100 equals 10. അപ്പം തിരിച്ചെഴുത 8 6ഉം ആ സർക്കിളിലെ ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടത്തില്ലേ? പോയിന്റുകളൊക്കെ കിട്ടത്തില്ലേ? എന്താണ് ഒരു പോയിന്റ്? 6 8, പിന്നെ 8 6 ഏകദേശം ഇങ്ങോട്ട് വരും. 8 6. അപ്പൊ ഇതിന് 4 ക്വാഡ്രന്റിലും ഇവിടെയും കാണും, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അല്ലെ? അപ്പം ഇവിടെ വരുമ്പോ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. ഇപ്പുറം വരുമ്പോഴോ എക്സും വൈയും നെഗറ്റീവ്. ഇവിടെ വരുമ്പോ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. 4 പോയിന്റ് കിട്ടി. ഇനി ഇത് തിരിച്ചുള്ള 4 പോയിന്റ് 8 6, പിന്നെ എന്താ കിട്ടും? -8 6, -8 -6, പിന്നെ 8 -6. അപ്പൊ 8 പോയിന്റ്. ഇത് കൂടാതെ നമുക്ക് വേറെണ്ണം കൂടെ കിട്ടും. ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് 10 അല്ലേ? 0 0 to 10, 10 0, x 0, y 10. അപ്പൊ 0 10. അങ്ങനെ നമുക്ക് ആ പോയിന്റ് കൂടി എഴുതാം. ഇനി നമുക്ക് വേറെ 4 പോയിന്റ് കൂടി കിട്ടും. എന്താണ്? ഏതൊക്കെയാണ്? പക്ഷെ 8 ആവശ്യപ്പെട്ടുള്ളൂ, അതുകൊണ്ട് അത് എഴുതിയാൽ മതി. 10 0യും വരും. എത്ര വരും? ഇതിന്റെ റേഡിയസ് 10 ആണ്. 0 10, പിന്നെ അടുത്ത ഏതാണ്? -10 0, 0 -10. അപ്പൊ ഇത് നമ്മൾ ക്വാഡ്രന്റിൽ അടയാളപ്പെടുത്തുവാണെങ്കിൽ ഇവിടെ നമുക്ക് x 0 y 10 എന്ന് വരും. ഇവിടെ ഇതിന്റെ നേർക്ക് ഇവിടെ -6 8 എന്ന് വരും. ഇവിടെ -8 6 എന്ന് വരും. ഈ പോയിന്റിലാ -10 0. ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഇവിടെ രണ്ടും പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. അത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇത് ആൻസർ ചെയ്താൽ വളരെ എളുപ്പമാണ്. പിന്നെ ഇവിടെ വരും -8 -6, പിന്നെ -6 8. ഈ പോയിന്റ് 0 10. പിന്നെ അടുത്തത് എത്രയാ വരുന്നത്? 6 -8. ഇവിടെ 8 -6, 6 -8 ഉണ്ടോ? ഇത്രയും പോയിന്റ്സ് ആണ് വിത്ത് റേഡിയസ് 10 ഉള്ളത്. അപ്പം നമുക്ക് 8 ചോദിച്ചിട്ടുള്ളൂ, അത് 8 മാത്രം എഴുതിയാൽ മതി. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഫോർ ദ സർക്കിൾ സെന്റേർഡ് അറ്റ് 1 1 ആൻഡ് വിത്ത് റേഡിയസ് √2 ഇന്റർസെക്ട്സ് ദ ആക്സിസ്. അതായത് ഇതാണ് റേഡിയസ്.
റേഡിയസ് ഈസ് √2. അപ്പം ഇവിടെ ഒറിജിൻ 0 0. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഇങ്ങോട്ട് നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിലോ അതും 1 ആയിരിക്കും അല്ലേ? 1 1 √2. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 1 അല്ലേ വന്നിരിക്കുന്നത്? ഇത് 1, ഇവിടെ 1. അപ്പം ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആക്കി വരയ്ക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? 1 1, ഇത് റേഡിയസ് √2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇത് ആക്സസ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. കണ്ടേ, എക്സ് ആക്സിസിൽ ഇവിടെ കട്ട് ചെയ്യും, വൈ ആക്സിസിൽ ഇവിടെ കട്ട് ചെയ്യും. നമുക്കിത് ജോയിൻ ചെയ്യാം. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 1 ഇത് 1. അപ്പം എത്രയായിരിക്കും? ഇവിടെ വരുന്ന എത്രയായിരിക്കും? ഇവിടെ 1 ഇവിടെ 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 0 2 ആയിരിക്കും അല്ലേ? ഇവിടെ അത് തന്നെയായിരിക്കും 1. അപ്പോഴേ ഈ കോർഡിനേറ്റ് എന്താണ്? 2 0. അപ്പം 1 1, ഇവിടെ 1 1. അപ്പം ഡിസ്റ്റൻസ് എത്ര? 2. അപ്പം 0 2. ഈ കോർഡിനേറ്റിനെ 0 2 എന്നും ഈ കോർഡിനേറ്റ് നമുക്ക് 2 0 എന്ന് പറയാം. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 1 ആണ് കേന്ദ്രം. ഇത് റേഡിയസ് അല്ലേ? ഇത് എന്താണ്? സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് റേഡിയസ് √2. 1 1 √2. ഇവിടെ 1 ആയിരിക്കും. ഇവിടെ അന്നേരം ഇത് എന്തായിരിക്കും? √2 ആയിരിക്കും അല്ലേ? റേഡിയസ് അല്ലേ? അപ്പം 1 1 √2. 1:1 നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് ഇത് കട്ട് ചെയ്യുന്നത്? 0 2ലും 2 0ലും ഒറിജിൻ 0. അതങ്ങ് നമുക്ക് എഴുതാം. The circle cuts the x-axis at 0 2 and y-axis at 2 0 with the radius √2 and center 1. മനസ്സിലായോ? ഇത് പാടൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇനി 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം, the vertices of triangle are the points 0 0 4 0 1 3. ആ 3 vertices അനുസരിച്ച് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കംസർക്കിൾ. അതായത് ഈ 3 പോയിന്റിലും കൂടി കടന്നു പോകുന്ന ഒരു സർക്കംസർക്കിള് എന്താണ്? പരിവൃത്തം വരയ്ക്കുവാണെങ്കിൽ അതിന്റെ കേന്ദ്രവും റേഡിയസും ആരവും എത്രയായിരിക്കും? അപ്പം കേന്ദ്രം ഏകദേശം ഇവിടെ വരാന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് അത് കേന്ദ്രമാക്കി ഒരു പരിവൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റിൽ കൂടി പോകും അല്ലേ? ഇങ്ങനെ വൃത്തം ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇനി നമുക്ക് ആദ്യം പേര് കൊടുക്കാം. എ, ഇവിടെ ബി ആണ് 4 0, സി 1 3. അപ്പൊ ഈ കേന്ദ്രമാണ്, അതിന് O എന്ന് പേര് കൊടുക്കാം. അതിനും കോർഡിനേറ്റ്സ് വേണമല്ലോ, ഞാൻ എക്സും വൈ എന്നും കൊടുക്കണം. ഇവിടെ നോക്കിക്കേ, ഒ എ ആരോ അല്ലേ? ഒ സി ആരോ അല്ലേ? ഒ ബി ആരോ അല്ലേ? അപ്പൊ ഈ ആരങ്ങളെല്ലാം തുല്യമായി. അപ്പൊ ഈ ആരങ്ങളെ തുല്യമാക്കി നമുക്ക് ഇതിന്റെ എന്താണ്? കേന്ദ്രവും ആരവും കണ്ടുപിടിക്കാം. ഒ എയും ഒ ബിയും ഒ സിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ അകലം കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ പോരെ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒ എയും ഒ ബിയും ഒ സി എല്ലാം റേഡിയസ് ആണ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും, റേഡിയസ് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ലെറ്റ് എ 0 0, ബി 4 0, സി 1 3 are the vertices
are the vertices of the given triangle. അപ്പൊ ഇതിന്റെ അകത്ത് ആരം എത്രയാണ്? ഒ എയും ഒ ബി ഒ സി ഇതെല്ലാം ആരമാണ്. അപ്പൊ നമുക്ക് therefore ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി, ഇത് മൂന്നും തുല്യമായി. അപ്പൊ ഒ എ എന്ന് പറയുന്നത് 0, 0 to xy root of 0 minus x whole square plus 0 minus y whole square equals root of x square plus y square എന്ന് കിട്ടും. ഇനി അടുത്ത ഒ ബി ഈക്വൽസ് റൂട്ട് ഓഫ് 4 minus x whole square plus എന്താണ് 0 minus y whole square. ഇത് കാണുന്നുണ്ടോ? ഇടയിൽ ഞെരുങ്ങി എഴുതുന്നുണ്ടാണ് എക്സ് വൈ. ഓക്കെ, ഈക്വൽസ് റൂട്ട് ഓഫ് 4 minus x whole square പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒ സി ഇസ് ഈക്വൽ, ഇപ്പം തൽക്കാലം അങ്ങനെ കിടക്കട്ടെ, ഒ സി ഇസ് ഈക്വൽ ടു ഉണ്ട് ഒ സി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പൊ ഒ എയും ഒ ബി ഒ സിയും കണ്ട് ദേ ആർ ഈക്വൽ അല്ലേ. അപ്പൊ ഒ എയും നമുക്ക് ഒ ബി ഇക്വേറ്റ് ചെയ്യാം. ഒ എ ഈക്വൽസ് ഒ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് 4 minus x whole square plus y square. നമുക്കിത് റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. ഇതെന്തായിട്ട് വരും? അപ്പൊ റൂട്ട് സൈൻ അങ്ങ് പോയി. സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 minus x whole square plus y square. ഇത് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം. ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2 into 4 into x, that is 8x plus x square plus y square. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ നമുക്ക് വെട്ടിക്കളയാം. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വെട്ടിക്കളയാം അല്ലേ. ഇവിടെ എന്താ കിട്ടും? 0 ഈക്വൽസ് 16 മൈനസ് 8x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ 8x ഇപ്പുറത്ത് കൊണ്ടുപോകാൽ 8x equals 16 എന്ന് കിട്ടും. Therefore, x is equal to 16 by 8 equals 2 എന്ന് കിട്ടും. അപ്പോൾ ഒ എയും ഒ ബിയും ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പൊ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഒ ബിയും ഒ സിയും അല്ലെങ്കിൽ ഒ എയും ഒ സിയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒ എയും ഒ സിയും ഇക്വേറ്റ് ചെയ്യാം. ഒ എ ഈക്വൽസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് സിമ്പൽ അങ്ങ് മാറും. അപ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 2 into x into 1. അപ്പോൾ എത്ര കിട്ടും? 2x plus 1 plus y minus 3 whole square. എന്ത് കിട്ടും? y square minus 2 into y into 3, 6y plus 9 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യാം? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്താ ഉണ്ട്? മൈനസ് 2x പ്ലസ് 1 മൈനസ് 6y പ്ലസ് 9 ഈക്വൽ ടു 0. ഇപ്പൊ എക്സിന് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് കിട്ടിയ വാല്യൂ കൊടുക്കാം. 2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2. Therefore, minus 2 into 2 plus 1 minus 6y plus 9 equal to 0. Minus 4 plus 1
minus 6y plus 9 equal to 0. എത്ര കിട്ടും? മൈനസ് 4 പ്ലസ് 1 മൈനസ് 3. ഇത് നമുക്ക് y കണ്ടുപിടിക്കാം. അപ്പം മൈനസ് 4 പ്ലസ് 1 ഈസ് മൈനസ് 3 മൈനസ് 6y പ്ലസ് 9 ഈക്വൽ ടു 0. ഇവിടെ മൈനസ് 3 പ്ലസ് 9 ഈസ് പ്ലസ് 6y. മൈനസ് 6y പ്ലസ് 6 ഈക്വൽ ടു 0. മൈനസ് 6y ഈക്വൽ ടു ഈ 6ന് അപ്പുറത്തുണ്ടോ മൈനസ് 6. നമുക്ക് എന്ത് കിട്ടും? x is equal to not x, y is equal to minus 6y equal minus 6. Therefore y is equal to minus 6 by minus 6 equal to 1. അപ്പൊ നേരത്തെ നമുക്ക് x എത്ര കിട്ടി? 2 എന്ന് കിട്ടി. y എത്ര കിട്ടി? ഇപ്പൊ 1 എന്ന് കിട്ടി. അപ്പൊ സെന്റർ എത്രയാ? 2 1. സെന്റർ ഈക്വൽസ് 2 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. സെന്റർ കിട്ടി, റേഡിയസ്. റേഡിയസ് ഈസ് ഈക്വൽ ടു OA എന്ന് പറഞ്ഞ റേഡിയസ് അല്ലേ? OA ഈക്വൽസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് ഓഫ് 2 സ്ക്വയർ ഈസ് റൂട്ട് ഓഫ് 4 പ്ലസ് 1 റൂട്ട്. അപ്പൊ നമുക്ക് റേഡിയസ് എന്താ കിട്ടി? റൂട്ട് 5 എന്ന് കിട്ടി. അപ്പം ഇതിന്റെ സെന്ററും കിട്ടി, റേഡിയസും കിട്ടി. നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. റേഡിയസ് ഈക്വൽസ് റൂട്ട് 5. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം അല്ല 5ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ റേഡിയസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ എക്സസൈസിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ ലെസൺ തന്നെ തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.